സ്റ്റുഡൻസ് കുറവാണല്ലോ. എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, ജഗദീഷ്, നന്ദിത. Good morning, sir. ഗുഡ് മോർണിംഗ്. ഓക്കെ, തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞു. ഫോർത്ത് മൊഡ്യൂൾ കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. റോൾ ഓഫ് കൺട്രോളർ അറിയാം. കൺട്രോളർ വിച്ച് കൺട്രോൾ എവറി അതർ പെരിഫറൽസ് ഇൻസൈഡ് ദി CPU. നമുക്ക് മേ ബി മെമ്മറി ആക്ഷൻസ്, രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ്, എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോളർ ആണ്. കൺട്രോൾ ചെയ്യുക മീൻസ് കൺട്രോളർ യൂണിറ്റ് ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ് ടു പെർഫോം ഡിഫറെന്റ് ആക്ഷൻസ് ഓർ ടാസ്ക്. ഇനി കമ്പ്യൂട്ടറിൽ നടക്കുന്ന ടാസ്ക് എങ്ങനെയാണ്? ശരിക്കും നമ്മൾ എല്ലാം മൈക്രോ ഓപ്പറേഷൻസ് ആണ്, ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ആണ്. വലിയൊരു പ്രോഗ്രാം ആണെങ്കിലും നമുക്കതിനെ ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഓരോ മൈക്രോ ഓപ്പറേഷൻ ക്യാൻ പെർഫോം വിത്തിൻ 1 ക്ലോക്ക് സൈക്കിൾ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. വി ഹാവ് എൻ എക്സാമ്പിൾ. നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ എന്താണ്? ഇൻ ഓർഡർ ടു പെർഫോം എൻ അഡീഷൻ ഓപ്പറേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ, ഫെച്ചിങ് ഓപ്പറൻസ്, വി ആർ എക്സിക്യൂട്ടിങ് ആൻഡ് റൈറ്റ് ബാക്ക്. ഇങ്ങനെ 4 ഡിഫറെന്റ് ടാസ്ക് ആയിട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ ക്ലോക്ക് സൈക്കിളിൽ പെർഫോം ചെയ്യുന്നു. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇത് പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ഏത് ഓർഡറിലാണ്, ഏത് സീക്വൻസിലാണ് അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഡീകോഡ് ചെയ്യാനുള്ള സിഗ്നൽ എല്ലാം ഓവറോൾ കൺട്രോൾ പെർഫോം ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഹിയർ വി ആർ ഡിസ്കസിങ് ഹൗ ടു ഡിസൈൻ എ കൺട്രോൾ യൂണിറ്റ്. അപ്പൊ എന്തായിരിക്കണം അതിന്റെ ഔട്ട്പുട്ട്? ഇറ്റ് ഹാവ് ടു ജനറേറ്റ് സം കൺട്രോൾ സിഗ്നൽസ്. ഇറ്റ് ഹാവ് ടു ജനറേറ്റ് സം കൺട്രോൾ സിഗ്നൽ. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. വി ആർ ലിസ്റ്റിംഗ് ഔട്ട് സം ഫങ്ഷൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. ലിസ്റ്റിംഗ് ഔട്ട് ഫങ്ഷൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് വേണേൽ നോട്ട് ഡൗൺ ചെയ്യാം. Timing for all registers in synchronous digital system controlled by clock signals. Register operations are there. Suppose it have to move data from one register to another. It can perform within 1 clock cycle. അതിന് വേണ്ട control signals ആര് generate ചെയ്യുന്നു? By control unit. Then output of this control unit select enable the data processor part of the system and also determine the next state of the control unit itself. ഈ ഒരു പാർട്ട് നമുക്ക് ഡിസൈൻ ടൈമിൽ പറയാം. എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൺട്രോൾ യൂണിറ്റ് പോകുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കുക. ദി കൺട്രോൾ ലോജിക് സർക്യൂട്ട് പ്രൊവൈഡ് എ ടൈം സീക്വൻസ് ഓഫ് സിഗ്നൽ ഫോർ ഇനീഷ്യേറ്റിംഗ് ദി മൈക്രോ ഓപ്പറേഷൻസ് ഇൻ ദി ഡാറ്റ പ്രോസസർ പാർട്ട് ഓഫ് ദി സിസ്റ്റം. മെയിൻ പോയിന്റ് ഇത് തന്നെയാണ്. കൺട്രോൾ ലോജിക് സർക്യൂട്ട്, നമ്മുടെ കൺട്രോളർ യൂണിറ്റ് ജനറേറ്റിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദെൻ മൈക്രോ ഓപ്പറേഷൻസ് എന്തായിരുന്നു? ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഈസ് എ മൈക്രോ ഓപ്പറേഷൻ, ഡീകോഡിംഗ് ഈസ് എ മൈക്രോ ഓപ്പറേഷൻ, എക്സിക്യൂഷൻ ഈസ് എ മൈക്രോ ഓപ്പറേഷൻ. ഇങ്ങനെയുള്ള എല്ലാ മൈക്രോ ഓപ്പറേഷൻസിനെയും പ്രോപ്പർലി സീക്വൻസ് ചെയ്യുന്നത് കൺട്രോൾ ലോജിക് സർക്യൂട്ട് ആണ്. ക്ലിയർ അല്ലേ? ആശിഷ്, ആദിത്യ, റെസ്പോണ്ട് ചെയ്തേ. അനൈന, ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഹിയർ വി ഹാവ് എ റെപ്രസെന്റേഷൻ ഫോർ കൺട്രോൾ യൂണിറ്റ്. നോക്കുക, കൺട്രോൾ യൂണിറ്റ് ആഷ് ഡയഗ്രാം. ദെൻ പ്രൊവൈഡിങ് കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്. നമുക്കറിയാം there are different type of buses ഉണ്ടായിരുന്നു. അഡ്രസ് ബസ് ഫസ്റ്റ് വൺ. അഡ്രസ് ബസ് carry address information. When we are performing read or write operation, we are placing address of the memory in address bus. Then after performing read operation, data placed in data bus. So in order to perform a read operation, we have to send a read signal. Then control unit is generating read signal and passes through control bus. ആ റോൾ അവിടെ ഓർത്തിരിക്കുക. റോൾ ഓഫ് control bus which carry control signals. In order to perform a read operation, control bus content എന്തായിരിക്കും? Say read signal.
ഫോർ എ റൈറ്റ് ഓപ്പറേഷൻ അതൊരു റൈറ്റ് സിഗ്നൽ ആയിരിക്കും. കൺട്രോൾ ബസ്സിലാണ് നോക്കുക, കണക്ഷൻ ഗോസ് ടു കൺട്രോൾ സിഗ്നൽ, കണക്ഷൻ ഗോസ് ടു കൺട്രോൾ ബസ്. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പാർട്ട്, ദെൻ ഫ്ലാഗ്, കുറെ ക്ലോക്ക്. ഫ്ലാഗ് വാല്യൂസും ക്ലോക്കും എന്താണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ഓക്കെ. റെസ്പോണ്ട് ചെയ്ത ആരെങ്കിലും? ആദിത്യ, ഐശ്വര്യ, അഖിൽ കെ, അർപ്പിത്, അരുന്ധത്. ഓഡിബിൾ അല്ലേ ഞാൻ? സാർ ഇപ്പൊ കേൾക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡയഗ്രാം ഓർക്കുക. നെക്സ്റ്റ് ഈ ഒരു റെപ്രസെന്റേഷൻ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ്. വെൻ പ്രോഗ്രാം എക്സിക്യൂഷൻ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലും നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫെച്ച് വൺ ഇൻസ്ട്രക്ഷൻ, വി ക്യാൻ ഇൻഡയറക്റ്റ് എക്സിക്യൂട്ട്, ഇന്ററപ്റ്റ്. ഇതൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നടക്കുന്നതാണ്. ഇതൊക്കെ എന്താണ് ശരിക്കും? ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ. ഫെച്ച് മൈക്രോ ഓപ്പറേഷൻ, അഡ്രസ്സിങ്ങിന് പോവുകയാണെങ്കിൽ മൈക്രോ ഓപ്പറേഷൻ, ഇൻ ഓർഡർ ടു പെർഫോം എക്സിക്യൂഷൻ വി ഹാവ് മൈക്രോ ഓപ്പറേഷൻ. അപ്പം ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് പ്രോഗ്രാം വിച്ച് മീൻസ് ഇറ്റ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ മീൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ ഓർ വൈൽ പെർഫോമിംഗ് ദി ഓപ്പറേഷൻ, അതൊക്കെ എന്താണ്? ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ മൈക്രോ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വി ആർ ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ്, ഓർത്തിരിക്കുക. ഞാൻ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ കാണിക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ഒന്ന് നോക്കണം, എല്ലാവരും നോക്കുക. ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വി ഹാവ് an instruction like sum of, we have to calculate. I am writing a function sum and we have two operands a comma b. ഇതാണ് ഇൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അഡീഷൻ കാണാനുള്ള ഒരു ടാസ്ക് എന്ന് ഓർക്കുക. ആൻഡ് വി ഹാവ് എ ഫംഗ്ഷൻ സം ഇസ് എ ഫംഗ്ഷൻ. സം മെമ്മറിയിൽ എവിടെയുണ്ട്? അതെന്ത് ചെയ്യുന്നു? വെൻ ടു പാരാമീറ്റേഴ്സ് ആർ ദർ, എ ആൻഡ് ബി അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ പെർഫോം സം. ഇതാണ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓർക്കുക, വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു അസംബ്ലി ലാംഗ്വേജ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഒബ്ജക്ട് കോഡ് ഉണ്ടാവുന്നു. അപ്പൊ ഒബ്ജക്ട് കോഡ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എൻ അസംബ്ലി കോഡ് ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ അസംബ്ലി കോഡ് എങ്ങനെ ഉണ്ടാവുക? ആഡ് എ കോമ ബി. മീൻ ചെയ്യുന്നത് എന്താ? വി ആർ പാസിംഗ് ടു പാരാമീറ്റേഴ്സ് എ കോമ ബി. ദെൻ വെൻ ഇറ്റ് ഈസ് ഗോസ് ടു ഫംഗ്ഷൻ സം, ആ ഫംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സം വിൽ റിസൾട്ട് എന്താ റിസൾട്ട് ചെയ്യുക? എ പ്ലസ് ബി റിസൾട്ട് ചെയ്യും. നമ്മൾ അതിനെ അസംബ്ലിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡ് എ കോമ ബി ആണ് ചെയ്യുന്നത്. ഇനി ആഡ് എ കോമ ബി ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫെച്ച്, ഈ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം. ദെൻ വി ഹാവ് ടു ഡീകോഡ്, ശരിയല്ലേ? ദെൻ വി ഹാവ് ടു ഫെച്ച് ഓപ്പറന്റ്. ഫെച്ച് ഓപ്പറന്റ് എന്ന് പറയുമ്പോൾ ഓപ്പറൻസ് മീൻസ് എനെയും ബിനെയും നമ്മൾ ഫെച്ച് ചെയ്യണം. Then we have to execute. Then we have to write back the result. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടത് എല്ലാ ഇൻസ്ട്രക്ഷൻസും, പ്രോഗ്രാമിൽ എഴുതുന്ന ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസിനും കറസ്പോണ്ടിങ് ഇതുപോലെയുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഓപ്പറേഷൻസ് ആയിട്ട് നമ്മൾ മാറ്റും അസംബ്ലി ലാംഗ്വേജിൽ. ദെൻ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഹാവ് ഇറ്റ്സ് ഓൺ ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ. ഫെച്ച്, ഡീകോഡ്, ഫെച്ചിങ് ഓപ്പറന്റ്, ദെൻ എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. ഇങ്ങനെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. ഈ എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യണം. ദർ വി ഹാവ് എ കൺട്രോൾ യൂണിറ്റ്. ക്ലിയർ ആണോ? പൃഥുൽ, ജറീഷ്. റെസ്പോൺസ് നബീൽ, നാസിർ, നന്ദ, നിവേദ്യ. sir.
Okay. Then type of micro operations. നമ്മൾ പറഞ്ഞു control unit generating signal in order to manage or sequence different micro operations. അപ്പൊ ഇത് നമ്മൾ പണ്ട് പഠിച്ചാണ്. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക്. Data transfer is a micro operation. Data transfer from register to external memory. Register to external memory is a micro operation. Data transfer from external memory to register is a micro operation. Then arithmetic operation, logic operation. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനൊക്കെ നമുക്ക് എക്സാമ്പിൾ ഫോർ ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസ് ആണ്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. പ്രിൻസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വാട്ട് ആർ ദി ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസ്? പ്രിൻസ്. പ്രിൻസ് ഒന്നും ഇപ്പൊ യാതൊരു റെസ്പോൺസും ഇല്ല കേട്ടോ. പ്രിൻസ്, വാട്ട് ഈസ് മൈക്രോ ഓപ്പറേഷൻ? ഋഷികേഷ്. ഋഷികേഷ്. എന്താ ഋഷികേഷ് ഒരു മൈക്രോ ഓപ്പറേഷൻ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, ട്രാൻസ്ഫർ ബിറ്റ്വീൻ രജിസ്റ്റർ ഇസ് എ മൈക്രോ ഓപ്പറേഷൻ. പ്രിൻസ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. arithmetic micro operation. arithmetic operation, logic operation. നമ്മൾ കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്ന ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കമ്മിങ്സ് അണ്ടർ മൈക്രോ ഓപ്പറേഷൻസ്. ഋഷികേഷ് ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നിങ്ങൾ ഈ സ്ലൈഡ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ദെൻ we have control signals generated by our controller unit or control unit. We are saying one micro instruction, we can perform one micro instruction per clock cycle. Note down cheya. Can perform one micro operation or micro instruction per clock cycle. Then here we have a definition for micro instruction. എന്താ നമ്മൾ ഓൾറെഡി നമുക്കറിയുന്ന ഡെഫിനിഷൻ തന്നെയാണ്. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ പെർഫോമിംഗ് മോസ്റ്റ് എലമെന്ററി ടാസ്ക് സച്ച് ആസ് മൂവിംഗ് കണ്ടന്റ് ഓഫ് രജിസ്റ്റർ, performing addition means like arithmetic operation, logic operation. These all are example for micro ഓരോ ഇതും മൈക്രോ ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾസ് ആണ്. ദെൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? we need one or more several micro instructions വേണ്ടി വരും in order to perform a complex task. കോംപ്ലക്സ് ടാസ്ക് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുന്ന ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഒരു കണ്ടന്റ് ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി വി ആർ പ്ലേസിംഗ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. സോ കണ്ടന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണ്? കണ്ടെയ്ൻ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം എന്ത് ടാസ്ക് ആണ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് പെർഫോം ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും? ബൈ ഐഡന്റിഫൈങ് ദി ഓപ്പ് കോഡ്. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒരു റെപ്രസെന്റേഷൻ നോക്കുക. സപ്പോസ് ദിസ് ഈസ് മൈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. നമ്മൾ വെർബലി നമ്മൾ എന്ത് പറയുന്നു? ആഡ് എ കോമ ബി എന്നായിരുന്നു നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞെന്ന് കരുതിക്കോ. ആഡ് എ കോമ ബി എന്നാണോ ശരിക്കും ഡാറ്റനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക?
ആഡ് എ കോമ ബി എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഫോർമാറ്റ് പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓപ്പ് കോഡും ഓപ്പറൻഡും ഉള്ളതാണ്. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷനിലെ കണ്ടന്റ് ദർ വിൽ ബി ആൻ ഓപ്പ് കോഡ് ആൻഡ് സെറ്റ് ഓഫ് ഓപ്പറൻസ്. ഏതൊക്കെയാണ് ഓപ്പറൻസ്? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക. ദെൻ ഓപ്പറൻസ് ക്യാൻ സ്പെസിഫൈ ഇൻ അഡ്രസ് മോഡിൽ, ഡിഫറെന്റ് അഡ്രസ് മോഡിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറൻറ്റിന് സ്പെസിഫൈ ചെയ്യാം. ഓർ അതർവൈസ് വി ക്യാൻ സ്പെസിഫൈ ദെയർ അഡ്രസ്. ഇങ്ങനെ നമ്മൾ ഓപ്പറൻസിന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സപ്പോസ് ഓപ്പ് കോഡ് ഈസ് കറസ്പോണ്ടിങ് ടു എൻ അഡീഷൻ. ആഡ് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പ് കോഡാണ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ഞാനിവിടെ പറയുന്നു ബൈനറിയിൽ ഇൻ ഓർഡർ ടു പെർഫോം അഡീഷൻ സപ്പോസ് 111 ആണ് ഓപ്പ് കോഡ് ഫോർ അഡീഷൻ. ഓപ്പറൻസ് കറസ്പോണ്ടിങ് ഓപ്പറന്റ് മെമ്മറി റിലേറ്റഡ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്പറന്റ് വിൽ റിസൈഡ്സ് ഇൻ 1000, സെക്കൻഡ് ഓപ്പറന്റ് റിസൈഡ്സ് ഇൻ 2000 എന്ന് ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് കരുതുക. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് they have to verify the opcode വെരിഫൈ ചെയ്യുന്നു. if it is representing addition operation ആണെങ്കിൽ it will perform addition operation, and in order to perform addition നമുക്ക് എന്തായാലും minimum 2 operands വേണം. we have to fetch first operand from memory, then second operand നമ്മൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? അപ്പം ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? കറന്റ്ലി അവൈലബിൾ ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഓപ്പ് കോഡ് ഈസ് റെപ്രസെന്റിങ് എൻ അഡിഷൻ ഇറ്റ് വിൽ പെർഫോം അഡിഷൻ ഓപ്പറേഷൻ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദെൻ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യണം. അതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയാം, മൈക്രോ ഓപ്പറേഷൻസ് എന്നാണ് പറയാം. റാസി, ഋത്തിക്, സുനിൽ എന്താ മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സിഷാജ്, തുളസി, സെവൻ മനസ്സിലായോ? സെവൻ സർ കുറച്ച് മനസ്സിലായിട്ടല്ലോ, കുറച്ച് കൺഫ്യൂഷൻ പോലെ. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. വേഗം പറഞ്ഞു തീർക്കാം, ബോറടിപ്പിക്കുന്നില്ല. നമ്മള് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാവുക. കമ്പ്യൂട്ടറിൽ ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ദിസ് ഈസ് അവർ മെമ്മറി. ഓരോ മെമ്മറിയിലെ ഓരോ സ്ഥലത്ത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ആഡ് എ കോമ ബി ഈസ് അവർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റിസൈഡ്സ് ഇൻ മെമ്മറി. അപ്പം ഇതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഈ ആഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ ഫെച്ച് ചെയ്യണം. ഫെച്ച് ചെയ്തെടുത്തു, ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഫെച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ വി ആർ പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പൊ ഓരോ തവണയും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്താണ്? കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ കണ്ടന്റ്. സോ കറന്റ് കണ്ടന്റ് എന്താണ്? ആഡ് എ കോമ ബി, ഇതാണ് കണ്ടന്റ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആഡ് എ കോമ ബി എന്നായിരിക്കില്ല ആ ഇൻസ്ട്രക്ഷൻ ശരിക്കും ഉണ്ടാവുന്നത്. കമ്പ്യൂട്ടറിൽ അതെങ്ങനെ ഉണ്ടാവുക? ശരിക്കും ഇൻഫർമേഷൻ ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലാണ് അത് ഉണ്ടാവുക. ആഡ് എ കോമ ബി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിൽ ശരിക്കും എന്താ ഉണ്ടാവുക? എൻ ഓപ്പ് കോഡ്, ആഡ് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പ് കോഡ്, ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പ് കോഡ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേണ്ട ഓപ്പറൻസ് ഇൻഫർമേഷൻ, സം ഓപ്പറൻസ് ഇൻഫർമേഷൻ. ഇതായിരിക്കും ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മളെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഓപ്പ് കോഡും ഓപ്പറൻസും ആണ് കണ്ടന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി ഇൻ ഓർഡർ ടു പെർഫോം എൻ ഓപ്പറേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? വി ഹാവ് ടു വെരിഫൈ ദി ഓപ്പ് കോഡ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഓപ്പ് കോഡിൽ നമുക്ക് കിട്ടും. ഹിയർ വി ആർ പെർഫോമിംഗ് അഡിഷൻ. അപ്പൊ ഓപ്പ് കോഡ് അഡിഷൻ ആണെന്ന് മനസ്സിലാവും. ദെൻ അഡിഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ എന്തൊക്കെ ടാസ്ക് ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്നത് രണ്ട് ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യുക, അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു ലൈൻ ഇത്രയേ പറയുന്നുള്ളൂ. ഓപ്പ് കോഡ് ഫോർ കറന്റ് ഇൻസ്ട്രക്ഷൻ, ഓപ്പ് കോഡ് ഫോർ കറന്റ് ഇൻസ്ട്രക്ഷൻ.
കണ്ടന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണത്. ടെൽസ് ദി കമ്പ്യൂട്ടർ വാട്ട് ടു ഡു സച്ച് ആസ് ആഡ് ഓർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. സാർ പറഞ്ഞോ. സ്ക്രീന് പോയി സാർ പ്രസന്റിങ്. ഇപ്പൊ കാണുന്നുണ്ടോ? വരച്ചത് കണ്ടായിരുന്നോ? ആ സാർ കണ്ടു. ഓക്കെ. മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ പ്ലേസ് ചെയ്തു. ബേസ്ഡ് ഓൺ ഓപ്കോഡ് എന്താ ടാസ്ക് പെർഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പൊ അത്രേ ഇവിടെ സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ. ഓപ്കോഡ് ഫോർ കറന്റ് ഇൻസ്ട്രക്ഷൻ ടെൽസ് ദി കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. അപ്പം ഇവിടെ നമ്മൾ പെർഫോം ചെയ്യേണ്ട മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമിലർ ടു അഡീഷൻ പെർഫോം ചെയ്യാനുള്ളതാണ്. ഓപ്പറന്റിനെ ഫെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ടാസ്ക് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ആ സാർ ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. വിത്തിന്റെ CPU അതിനെന്തൊക്കെ പെർഫോം ചെയ്യാം? ഇറ്റ് ക്യാൻ കോസ് ഡാറ്റ മൂവ്മെന്റ് ഓർ ആക്ടിവേറ്റ് സ്പെസിഫിക് ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ കോസ് ഡാറ്റ മൂവ്മെന്റ് ആൻഡ് ആക്ടിവേറ്റ് സ്പെസിഫിക് ഫംഗ്ഷൻ. അപ്പം ഇതിനു വേണ്ടി ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചുതരാം. നമ്മൾ പണ്ട് പറഞ്ഞ അതേ ഡയഗ്രാം. ദിസ് ഈസ് അവർ ഡയഗ്രാം. ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുക, കൺട്രോൾ യൂണിറ്റ്, ഇവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് നിങ്ങൾക്ക് കാണാം. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് യൂണിറ്റ് ഇൻസൈഡ് ദ CPU. കാരണം CPU-ലാണ് കണക്ട് ചെയ്യുന്നത് ഇന്റേണൽ പ്രൊസസർ ബസ്സിലാണ്. ഇൻസൈഡ് ദി ഇന്റേണൽ പ്രൊസസർ ബസ്സിലാണ് നമ്മൾ ഓരോ പെരിഫറൽസിനെയും കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻസൈഡ് ദി CPU ഈ പറയുന്ന എല്ലാ രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷനും ഈ ഒരു ഡീകോഡർ ഓർ കൺട്രോൾ ലോജിക് യൂണിറ്റിനെ പെർഫോം ചെയ്യാം. എലോങ് വിത്ത് ALU ഓപ്പറേഷൻ. ഇഫ് ഇറ്റ് ഈസ് ആഡ് ആണോ, സബ്സ്ട്രാക്ട് ആണോ, ലോജിക് ഓപ്പറേഷൻ ആണോ, ഇതൊക്കെ ആർക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് യൂണിറ്റിന് മാനേജ് ചെയ്യാം ഇൻസൈഡ് ദി CPU. ഈ കാര്യം ക്ലിയർ ആണോ? ആരോമൽ, ജെറീഷ് ഒന്ന് പറഞ്ഞേ. ഇൻസൈഡ് CPU കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കൺട്രോൾ ഡീകോഡർ ലോജിക് യൂണിറ്റ് CPU കണക്റ്റഡ് ആണ്. നോക്കുക. സോ ഇറ്റ് ക്യാൻ മാനേജ് ഇതിലെ ഇൻ ബിറ്റ്വീൻ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഒക്കെ ഇതിന് മാനേജ് ചെയ്യാം. ഇതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് ALU ഓഫ് പെർഫോം ആഡിഷൻ, സബ്സ്ട്രാക്ഷൻ, സം ലോജിക് ഓപ്പറേഷൻ. These all actions are also managed by our controller unit. Clear അല്ലേ? ജെറീഷ്, ഗദീജ, ഷെറിൻ, ഫസ്ന. ഓക്കെ ഓക്കേടാ. ദെൻ നെക്സ്റ്റ് നോക്കുക. കൺട്രോൾ ബസ്സിലേക്ക് സിഗ്നൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ഓപ്പറേഷൻ മീൻ ചെയ്യുന്നത് എന്താ? ഇൻ ഓർഡർ ടു പെർഫോം എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. റീഡ് സിഗ്നൽ എതിലൂടെ പോകുന്നത്? കൺട്രോൾ ബസ് വഴിയാണ്. ഇൻ ഓർഡർ ടു പെർഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, അതിനും വേണ്ടി നമ്മൾ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. അപ്പൊ വയ കൺട്രോൾ ബസ് നമ്മളെ കൺട്രോളർ യൂണിറ്റിന് മെമ്മറി ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ദെൻ അതർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. കാരണം ഇത് രണ്ടും നമ്മുടെ സിസ്റ്റം ഇൻസൈഡ് ബസ്സിലല്ല കണക്ട് ആയിട്ടുള്ളത്. വേറെ പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൺട്രോൾ ബസ് വഴി കൺട്രോളർ യൂണിറ്റ് കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്ത് കൊടുക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരാൾ പറഞ്ഞേ. ലിഖിത്ത്, മിഥുൻ മോഹൻ, ലിയാന മറിയം. മനസ്സിലാവുന്നുണ്ടോ? നബീൽ നാസിർ. നന്ദിത, നിവേദ്യ. ഓക്കെ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. Here we have a controller unit. This is our controller unit. Control unit is directly connected to our internal bus. Internal bus എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം ബസ്. ഇന്റേണൽ ബസ് ആണ് സിസ്റ്റം ബസ്. Then internal bus different registers ആയിട്ട് കണക്റ്റഡ് ആണ്. Our ALU is connected here. Then our special purpose registers, program counter, all this data connected to internal bus. ഇതിന്റെ ആക്ഷൻസിനൊക്കെ ഇനി ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. Then controller unit can control memory. External memory എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? By passing control signal through control bus.
കൺട്രോൾ ബസ് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യുന്നു. ദെൻ കൺട്രോളർ യൂണിറ്റ് കൺട്രോളിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ത്രൂ കൺട്രോൾ ബസ്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു ആൻഡ് പാസിംഗ് ത്രൂ കൺട്രോൾ ബസ്. ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? നിവേദ്യ ആൻഡ് ഋഷിൻ, സിഷാജ്, തനുശ്രീ. Okay, Nivedya, thank you. Then this is the diagram for complete processor. Okay, here we have bus interface. Bus interface is connecting main memory, input output, system bus. Inside the processor, we have data cache, separate integer unit, performing floating point unit. There will be an instruction unit, instruction cache, bus. Here diagram on the screenshot here. ഇതാണ് കംപ്ലീറ്റ് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം ഫോർ കംപ്ലീറ്റ് പ്രോസസർ. ബ്ലോക്ക് ഡയഗ്രാം ഫോർ കംപ്ലീറ്റ് പ്രോസസർ. ബ്ലോക്ക് ഡയഗ്രാം ഫോർ കംപ്ലീറ്റ് പ്രോസസർ. Orca, in order to place our instructions are available in instruction unit. Instruction coming to integer unit. And the integer, the arithmetic മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ലോജിക് ഓപ്പറേഷന്റെ ഒരു പാർട്ട് ഇതിൽ പറയുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. ഇൻസ്ട്രക്ഷൻ യൂണിറ്റ്, integer unit perform integer operation. Floating point, separate floating point unit ഉണ്ട്. Then connected to a data cache. Cache എന്തിനാണ്? മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റ സ്പീഡായിട്ട് കിട്ടാൻ വേണ്ടി ഡാറ്റനെ നമ്മൾ പ്ലേസിംഗ് ഇൻ ഡാറ്റ ക്യാഷും ഇൻസ്ട്രക്ഷനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ക്യാഷിലാണ് പ്ലേസ് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലേസ് ചെയ്യാൻ കാരണം? ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തു, ഓപ്പറൻഡിനെ ഫെച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും സെയിം ബസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇൻസ്ട്രക്ഷനെ ഒരു മെമ്മറിയിലും ഡാറ്റനെ വേറൊരു മെമ്മറിയിലുമാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഒരു മെമ്മറിയിൽ ഒരു പാർട്ടിലും ഡാറ്റ അതിന് വേണ്ട ഓപ്പറൻസിന്റെ ഡാറ്റനെ നമ്മൾ വേറൊരു പാർട്ടിൽ പ്ലേസ് ചെയ്യും. ഇത് രണ്ടും എടുക്കുന്നത് എവിടെ നിന്നാണ്? കമ്മിങ് ഫ്രം മെയിൻ മെമ്മറി ത്രൂ ബസ് ഇന്റർഫേസ്. ഇൻസ്ട്രക്ഷൻ ഇങ്ങോട്ടും പോകും, ഡാറ്റ ഇങ്ങോട്ടും പോകും. ഡാറ്റ എപ്പോഴാണ് നമുക്ക് വേണ്ടത്? വൈൽ പെർഫോമിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് ഇന്റിജർ ഓപ്പറേഷൻ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ. ഇൻസ്ട്രക്ഷൻ ക്ലാസ് ക്യാഷിന് ഓരോ ഇൻസ്ട്രക്ഷനും എവിടെ വരും? ഇന്റിജർ യൂണിറ്റിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറന്റ് മതി. ഫ്ലോട്ടിംഗ് പോയിന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആര് മതി? ഓപ്പറന്റ് മതി. സോ ഈ രണ്ട് യൂണിറ്റുമായിട്ടാണ് ഡാറ്റ ക്യാഷ് കണക്റ്റഡ് ആയിട്ടുള്ളത്. തേജ, വിഷ്ണു, യാദവ്, ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യാം പ്ലീസ്. ഓക്കെ, ഈ ഡയഗ്രാം ഒന്ന് വരക്കാതെ സ്ക്രീൻഷോട്ട് ചെയ്യാം. We are taking instruction. Actually, programs are stored in main memory. ഇതാണ് ലാസ്റ്റ് മെയിൻ മെമ്മറി. ആൻഡ് ത്രൂ ബസ് ഇന്റർഫേസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ കമ്മിങ് ടു ഇൻസ്ട്രക്ഷൻ ക്യാഷ്, ഡാറ്റ കമ്മിങ് ടു ഡാറ്റ ക്യാഷ്. ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഓരോ ഇൻസ്ട്രക്ഷനെയും വർക്ക് ചെയ്യാൻ വേണ്ടി ഐദർ പ്ലേസിംഗ് ഇൻ ഇന്റിജർ യൂണിറ്റ് ഓർ ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിൽ അത് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ടാസ്ക് നടക്കുന്നു ഐദർ ഇൻ ഇന്റിജർ യൂണിറ്റ് ഓർ ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഡാറ്റ എവിടെ നിന്ന് എടുക്കുന്നു? കണ്ടോ, വേറൊരു ബസ് തന്നെ ഡാറ്റ ക്യാഷിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം, ഡാറ്റനെ ഇവിടെ നിന്ന് എടുക്കാം. ബസ് നമുക്ക് റീയൂസ് ചെയ്യേണ്ട. സോ ഫോർ ഫാസ്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷനെയും ഡാറ്റനെയും വേറെ വേറെ മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്നത്, വേറെ വേറെ ക്യാഷിൽ പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ നമ്മൾ പറഞ്ഞു വി ഹാവ് ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ്. ഓരോ സീക്വൻസിനും വേണ്ടി കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. ആക്ച്വലി നമ്മൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഫോർ ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ് ഹിയർ വി ഹാവ് 4 മെത്തേഡ്. അതിൽ ഒരെണ്ണമെങ്കിൽ ഇന്ന് നമുക്ക് പറയണം. ഫസ്റ്റ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്, ഓർ സെക്കൻഡ് ഓപ്ഷൻ സീക്വൻസ് രജിസ്റ്റർ മെത്തേഡ്,